ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ ഓൺലൈൻ ചാനൽസ് ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഇവിടെ ദത്താണി കോംപ്ലക്സിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇന്ന് മിറാജ് സിനിമ കോംപ്ലക്സിൽ നമുക്ക് പുഴ മുതൽ പുഴ വരെ ചിത്രത്തിൻ്റെ റിവ്യൂ കാണാൻ വരൂ. Find the real me. So let's go. Seize the feeling. 'Cause you know it's time for the meaning. Now we show we're coming to win it. കണ്ണിലെ തീയും കാണണം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. സിനിമ നീതി പുലർത്തിയോ? നല്ല സിനിമ. രാമസിംഹൻ, അബൂബക്കർജി നന്നായി. സിനിമ നീതി പുലർത്തിയോ? നല്ല സിനിമ. നന്നായോ? നീതി പുലർത്തിയോ? ഈ പടം എല്ലാവരും കാണണം. പ്രത്യേകിച്ചിട്ട് കേരളത്തിലെ എല്ലാ ആൾക്കാരും ഈ പടം കാണാൻ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ എത്ര പേര് എല്ലാവരും കൂടെ വന്നോ? ഒന്നിച്ചോ? നമ്മളൊരു 50 പേര് ഒന്നിച്ചിട്ട് വന്നതാണ്. നന്നായി. വളരെ നന്നായി. സിനിമ വിജയിപ്പിക്കുക. വളരെ നന്നായിട്ട് നന്നായിരിക്കും. ബോംബെയിലത്തെ ജനങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഈ പടം കാണുക. അടിപൊളിയാണ്. അടിപൊളിയാണ്. സിനിമ ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും പറഞ്ഞു? സംവിധായകൻ സിനിമയുടെ നീതി പുലർത്തിയിട്ടുണ്ടോ? കൃത്യമായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട്. ഇത് എല്ലാവരും കാണേണ്ട പിക്ചർ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് കാണണം. പുതിയ ജനറേഷനെ കൂടി കാണിക്കണം. അതാണ് നമ്മൾ അറിയപ്പെടാതെ പോയ ചില സംഭവങ്ങളൊക്കെ, അറിയാതെ പോയ കാര്യങ്ങളൊക്കെ ഇതിൽ അറിയിക്കുന്നു. വളരെ നന്ദി. താങ്ക്സ്. സിനിമ നന്നായിരുന്നോ? സിനിമയൊക്കെ നന്നായിരുന്നോ? നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. സിനിമ നന്നായിരുന്നു അല്ലേ? നിങ്ങൾ എത്ര 10-60 പേര് ഒന്നിച്ചു വന്നില്ലേ? എല്ലാവരും ഈ സിനിമ നേരത്തെ കാണണമെന്ന് തീരുമാനിച്ചു വന്നതാണോ അതോ സ്വയമേ തീരുമാനിച്ചു വന്നതാ? കാരണം സംഭവങ്ങൾ നമ്മൾ അറിയാത്ത പല സംഭവങ്ങളും അറിയണമല്ലോ. നന്നായിരിക്കുന്നു. എവിടെയാ നാട്ടിൽ സ്ഥലം? ഓ, ശരി ശരി. സിനിമ കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു നേരത്തെ അല്ലേ? അമ്മ വരുന്നു. മീറ്റിംഗ് കൂടി പാസ്സാക്കി. ഈ സിനിമ നടന്നതല്ലേ, അത് നമ്മുടെ അവിടെ തന്നെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മോള് വരണ്ട. അതൊരു ഐതിഹ്യമുണ്ട്. ഞങ്ങളുടെ അച്ഛന്റെ തറവാട്ടില് 4-8 കെട്ടാണ്. അതില് ഞങ്ങളുടെ ഈ ഖിലാഫത്ത് മേഖലയില് മുസ്ലിങ്ങൾ വളഞ്ഞപ്പോ
അതില് അവിടുത്തെ കാരണവർ ഉള്ളിൽ പോയി മച്ചിന്റെ ഉള്ളിൽ. അപ്പൊ ആ കഥ അതുപോലൊക്കെ ഇതിനകത്തൊക്കെ അത് വന്നിട്ടുണ്ടല്ലേ? തിരിച്ചു വന്നിട്ടില്ല, അയാൾ തിരിച്ചു വന്നില്ല എന്നുള്ള ഐതിഹ്യമാണ് ഇപ്പോഴും ഞങ്ങളുടെ അച്ഛന്റെ തറവാട്ടിൽ ആ വിളക്ക് വെക്കും നെയ്യുകൊണ്ട്. ഇത് ആ മച്ചിന്റെ ഉള്ളിൽ കയറില്ല ആരും. അപ്പൊ നമ്മുടെ മുംബൈ തന്നെ ഇതിന്റെ വിവരങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ. ഞങ്ങളുടെ അവിടെ അപ്പൊ ഈ സിനിമ നന്നായിട്ട് ചെയ്തു. ഇത് ശരിക്കും നടന്ന ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ടു. മറ്റേ കലാഭവൻ മണിയുടെ അനുജന്റെ കലാഭവൻ മണിയുടെ അനുജനായിട്ട് ചാത്തനെ നന്നായിട്ട് നന്നായിട്ട് മരിച്ചതായി പിക്ചറും അടിപൊളിയായി നല്ല രീതിക്ക് എടുക്കാൻ പറ്റി. നന്നായിട്ട്. നല്ല പിന്നെ ഇത് സംഭവങ്ങൾ ഏറെക്കുറെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവതരിപ്പിച്ചു, വലിയ തിരക്കില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചു. നല്ല പിക്ചറാണ്. കൂടുതൽ ജനം വരട്ടെ, നമുക്ക് ആശംസിക്കാം, പ്രതീക്ഷിക്കാം കൂടുതൽ ജനം കാണണം. അതെ അതെ തീർച്ചയായിട്ടും. നാളെ സാറ്റർഡേ സൺഡേ മറ്റന്നാളൊക്കെ കൂടുതലും മെത്താനി കോംപ്ലക്സ് വിറാജ് സിനിമ കോംപ്ലക്സിൽ നിന്നും ജയപ്രകാശ് നായർ മുംബൈ ഓൺലൈൻ ചാനലിന് വേണ്ടി ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഫാമിലിയായിട്ട് ഈ ചിത്രം കാണാൻ എല്ലാവർക്കും നല്ല അഭിപ്രായം. സംവിധായകൻ നന്നായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട് ചിത്രത്തിനോട്. കഥാപാത്രങ്ങളൊക്കെ നന്നായിട്ട് അഭിനയിച്ചു എല്ലാവരും. നന്ദി. നമസ്കാരം.